അതിൽ കടലാസം പിടിച്ചു 2 എണ്ണം 1 കിലോ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അതേപോലെ നമ്മൾ വെളുപ്പിന് 5 മണിക്ക് കട തുറന്നതിന് ശേഷം നമ്മളുടെ കടയിലോട്ട് ആദ്യം വരുന്നത് ഇവരാണ്. നമ്മുടെ എല്ലാ കടകളിലേക്കും ഒരു ദിവസം വേണ്ടി വരുന്ന ഐസ് ഇവർ വെളുപ്പിന് തന്നെ ഇറക്കി വെച്ചുകൊണ്ട് പോകും. ഐസ് പ്ലാന്റിൽ നിന്ന് ഐസ് പൊടിച്ചതിന് ശേഷം ഈ കാണുന്ന ബോക്സുകളാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അത് നമ്മുടെ കടകളിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ളത് ഈ കാണുന്ന പോലത്തെ ബോക്സുകളിലാക്കിയിട്ട് ശേഖരിച്ചു. ഇതിൽ നിന്ന് ദിവസം മുഴുവൻ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ വെളുപ്പിന് 5 മണി 5:30 സമയമായതുകൊണ്ട് തന്നെ നേരം വെളുത്ത് പോലും തുടങ്ങിയിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ കടവിലെ ആൻഡോച്ചേന്റെ ചായക്കടയിൽ ആൾക്കാരുണ്ട് കേട്ടോ. മീൻ പിടുത്തക്കാരുണ്ട്, മീൻ കച്ചവടക്കാരുണ്ട്, പിന്നെ അതേ ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടൻ കൂടി ഉണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങോട്ട് നോക്കി നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മീൻ വരാനായിട്ടുണ്ട്. ആ മീനും കൊണ്ടാണ് നമ്മുടെ പോളിച്ചേട്ടനും ജോഷ് ബാബുനും വരുന്നത്. നമ്മുടെ കൃഷ്ണൻകോട്ട കടവിലടുപ്പിച്ച വഞ്ചിയിൽ നിന്ന് മീൻ ഈ കാണുന്ന ബോക്സിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അതേപോലെ 2-3 ബോക്സ് നിറയെ മീൻ അതിലുണ്ടായിരുന്നു ആ വഞ്ചിയിൽ. അപ്പോൾ അത് അതിലുണ്ടായിരുന്നത് വേറെ മീനൊന്നും ആയിരുന്നില്ല, ഈ കാണുന്ന പോലത്തെ നല്ല ഉഗ്രൻ ജീവനുള്ള കാളാഞ്ചികളായിരുന്നു. ഇതെല്ലാം ഇന്നത്തെ ദിവസം നമ്മുടെ 3 കടകളിലാക്കി വിൽക്കാനുള്ളതാണ്. അതുകൂടാതെ നമുക്ക് 1-2 ഓർഡേഴ്സ് സ്പെഷ്യലായിട്ടുണ്ട്. അതുകൂടാണ്ട് കച്ചവടക്കാരെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വരുമ്പോൾ അപ്പോൾ അവർക്ക് ആവശ്യമുള്ള മീനും ഇതിൽ നിന്ന് അവരെടുക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ വഞ്ചിലാക്കി കൊണ്ടുവന്ന അവസാന ബോക്സ് കാളാഞ്ചിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനുള്ളിൽ, അതായത് ഈ ബോക്സുകളിലായിട്ട് പല വലുപ്പത്തിലുള്ള കാളാഞ്ചികളുണ്ട്. അപ്പോൾ വലുപ്പം അനുസരിച്ച് നമുക്ക് കാറ്റഗറൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാളാഞ്ചിയൊക്കെ തിരിഞ്ഞു മാറ്റി നിൽക്കുമ്പോഴേ ഒരു തെരണ്ടി വന്നു, ഒരു പടവൻ തെരണ്ടി ആയിരുന്നിട്ട്. ഏകദേശം ഒരു 12.5 കിലോ തൂക്കുള്ളൊരു തെരണ്ടിയാണ്. 12.5 കിലോ തൂക്കുള്ളൊരു തെരണ്ടിയാണ്ട. അപ്പോൾ അതേ നമ്മുടെ ജോഷി ബാബിനെ എടുത്ത് പൊക്കണ ഒരു സീനായിട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലാസം പിടിച്ചിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ബോക്സുകളായിട്ട് വെക്കുമ്പോൾ പല കച്ചവടക്കാരായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ട് ലൈവായിട്ട് തന്നെ കാളാഞ്ചി എടുത്തിട്ട് പോകുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ തെരണ്ടിയുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിലെ തിരക്കൊക്കെ കുറച്ച് ഒഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ നമ്മൾ വെട്ടി പല ചെറു പീസുകളാക്കിയിട്ട് നമ്മുടെ തട്ടിൽ തന്നെ വെച്ചിട്ട് വിൽക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കടയിൽ ഏറ്റവും കൂടുതലുള്ളത് കാളാഞ്ചി ആണെങ്കിലും പല വെറൈറ്റി മീനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1 കിലോ കണ്ടോ എന്ത് വലുപ്പമുള്ള നങ്കാണെന്ന് നോക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ഒരു സഞ്ചിയിലായിട്ട് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ സഞ്ചി തുറന്നിട്ട് നമ്മുടെ തകലയിലേക്ക് സംഭവം ചൊരിയണ്ട. അപ്പോൾ അതിൽ വേറെ ഒന്നും ആയിരുന്നില്ല, നല്ല ഞണ്ടുകളായിരുന്നു, നല്ല കായലിൽ നിന്ന് പിടിക്കുന്ന ഞണ്ടുകളായിരുന്നു. അപ്പോൾ ഇതിൽ പല വെറൈറ്റി ഞണ്ടുകളിൽ നിന്ന്, പല വെറൈറ്റി എന്ന് പറയുമ്പോൾ പല കാറ്റഗറിയിൽ പെടുത്തുന്ന ഞണ്ടുകളുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് പലരായിട്ട് പല വെറൈറ്റി മീനും ചെമ്മീനൊക്കെ ഇനി കൊണ്ടുവരായിരുന്നു. അതായത് ചീനവലക്കാരുടെ നീട്ടുവലക്കാരുടെയൊക്കെ മീനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ട് ആളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഈ തെരണ്ടിനെ, രാവിലെ കിട്ടിയ തെരണ്ടിയെ വെട്ടി വിൽക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് നേരെ നമ്മുടെ പോളിച്ചേട്ടൻ ചാക്കോച്ചേൻ്റെ കയ്യിലോട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവിടെ നമ്മുടെ സീതമ്മയും അംബിക ചേച്ചി കൂടി വലിയ കാരച്ചിമീൻ, അതായത് നമ്മുടെ ടൈഗർ പ്രോൺസ് ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കണ്ടില്ല എന്ത് രസമായിട്ടാണ് നോക്കി, എന്ത് ഈസി ആയിട്ടാണ് നോക്കി. ആ കത്രി ഉപയോഗിച്ചിട്ട് നമ്മുടെ സീതമ്മ കാരച്ചമ്മീൻ്റെ കാലുകളും അതിൻ്റെ തലയ്ക്ക് ഇങ്ങനെ വെട്ടി വൃത്തിയാക്കി എടുക്കുന്നത്. ഇനി അതിൻ്റെ തൊണ്ടുകൂടി വിളിച്ചാൽ മതി. അപ്പോൾ അതേ വേറൊരു കാളാഞ്ചി വന്നിട്ടുണ്ട്, ഒന്നിച്ചില്ലെങ്കിലുള്ളതാണ്. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ അംബിക ചേച്ചിയാണ്. തെരണ്ടിയല്ലേ? ആ വിട്ടോ വിട്ടോ. തെരണ്ടീനെ വിട്ടില്ല. ഈ കാണുന്നത് തെരണ്ടിയുടെ ലിവറും മറ്റ് ബോഡിക്കുള്ളിലുള്ള അവയവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ലിവർ നമ്മൾ കഴിക്കാനായിട്ട് എടുക്കട്ടെ. നമ്മളുടെ തെരണ്ടിയുടെ പീസ് വാങ്ങിക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഓരോ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കും തെരണ്ടിയുടെ ലിവർ.
പിന്നെ ആ പരിപാടി കഴിഞ്ഞ് നേരെ തിരിച്ച് ഞാൻ കടയിലേക്ക് ചെന്നപ്പോൾ വേറൊരു ചേട്ടൻ നമ്മുടെ തകലിലേക്ക് ചുരഞ്ഞിട്ട കുറച്ച് ഐറ്റംസ് ഉണ്ടാകും. അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഞണ്ടും പിന്നെ കൂരിയൊക്കെ ഉണ്ടായിരുന്നു, കടഞ്ഞണ്ട് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കായലിലെ ഞണ്ടുണ്ടായിരുന്നു, പിന്നെ കൂരി, വറ്റ, അങ്ങനെയുള്ള പല വെറൈറ്റി മീനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൂരി എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന മറ്റേ പ്ലക്കർ ഉപയോഗിച്ചിട്ടായിരിക്കും എടുക്കുന്നത്. എന്തെങ്കിലും അബദ്ധം സംഭവിച്ച് കയ്യിലെങ്ങാനും കൂരിമുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പണിയെടുക്കുന്ന ആളുടെ ഈ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് പണി ചിലപ്പോൾ പോകും. അത്രയ്ക്ക് പ്രശ്നങ്ങളും കൂരിമുള്ളും. പിന്നെ അതേ നല്ല ഉഗ്രൻ ചൂണ്ടയ്ക്ക് കിട്ടിയ നെയ്മീനാണ്ടാ. പിന്നെ ഇത് അടുത്ത ചേട്ടൻ വേറൊരു കവറിലായിട്ട് കുറച്ചധികം മീൻ കൊണ്ട് ചൊരിഞ്ഞൊക്കെ എന്തൊക്കെ വെറൈറ്റി മീനാണെന്ന് നോക്കി. നല്ല കളർഫുള്ളായ മഞ്ഞക്കൂരി ഉണ്ട്, നല്ല വറ്റിയുണ്ട്, കൂരിയുണ്ട്, പാലാനുണ്ട്, പിന്നെ വെട്ടൻ, അങ്ങനെ പല വിധത്തിലുള്ള നാടൻ മീനുകൾ കൊണ്ടുവന്ന് ചൊരിഞ്ഞൊക്കെയാണ്ട. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഈ മഞ്ഞക്കൂരി എന്ന് പറഞ്ഞ സാധനം ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ജൂൺ ജൂലൈ ആ ഒരു സമയത്താണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറേ നാൾക്ക് ശേഷം ഞാൻ മഞ്ഞക്കൂരി കാണുന്നത്. പിന്നെ അടുത്ത ചേട്ടൻ്റെ കുറച്ച് കരിമീൻ കൊണ്ട് ചൊരിഞ്ഞൊക്കെയാണ്. നോക്കി എന്താ സൈസ് നോക്കി. ഈ ഒരു സൈസ് വരുന്ന കരിമീനെ നമ്മൾ പറയണത് ചില പാളക്കരിമീനാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പാളക്കരിമീൻ പറയും. അതായത് പാള പോലെ ഇരിക്കുന്ന കരിമീനാണ് ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് അങ്ങനെ ദിവസവും പല ആൾക്കാരായിട്ട് ഇഷ്ടം പോലെ മീൻ നമുക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. ഇന്ന സമയത്ത് കറക്റ്റ് സമയമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പുഴയിലെ പണിയാണ്, അതുകൊണ്ട് കറക്റ്റ് സമയത്ത് നമുക്ക് ഇന്ന മീൻ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പലരും നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട് ഏത് സമയത്ത് വന്നാലാണ് മീൻ കിട്ടുക കൂടുതൽ, അല്ലെങ്കിൽ ഏത് സമയത്ത് വന്നാൽ ആ മീൻ കിട്ടും, ഏത് സമയത്ത് വന്നാൽ കരിമീൻ കിട്ടും എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്കും ഒരു ഐഡിയ ഇല്ല. പുഴയിലെ കാര്യമാണ്, വെള്ളത്തിൽ കിടക്കുന്ന മീനാണ്. കണ്ടില്ലേ, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം 2 നെയ്മീനാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പലക്കാരിൽ നേരിട്ട് നമുക്ക് അവർ കൊണ്ടുവന്നതാണ്. ആ ഒരു നെയ്മീനാണ് ഈ കാണുന്നത്. നമ്മൾ 800 രൂപ ഈ ഒരു നെയ്മീൻ നമ്മൾ കിലോയ്ക്ക് വിറ്റത്. അപ്പോൾ നമ്മൾ അവരെ വന്ന കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കുമ്പോൾ അത്രയും വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ 3.25 കിലോ എന്തോ ഉണ്ടായിരുന്നു തൂക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും വലിപ്പമുള്ളത് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ നമ്മളുടെ ഐസ് ബോക്സിലേക്ക് കൊണ്ടുപോയി സേഫായിട്ട് വെക്കേണ്ട. ഇതുപോലത്തെ നല്ല വലിപ്പമുള്ള മീനൊക്കെ നമ്മളധികം ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തട്ടിൽ ഇങ്ങനെ വെക്കാറില്ല. അകത്തായിരിക്കും പ്രീമിയം ക്വാളിറ്റിയുള്ള മീനൊക്കെ വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ആ നെയ്മീൻ നോക്കിയവർക്ക് ഈ കാളാഞ്ചിയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ കാളാഞ്ചി അവരെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വെയിറ്റും കാര്യമൊക്കെ ആയതുകൊണ്ട് അവർ കാളാഞ്ചി എടുത്തു. അത് കഴിഞ്ഞിട്ട് നല്ല ടൈഗർ പ്രോൺസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ടൈഗർ പ്രോൺസ് എടുത്തു കൊടുത്തിട്ടാണ്. ഈ ടൈഗർ പ്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേക്ക് വെക്കാറില്ല. നമ്മൾ കയറ്റി വിടുന്ന സാധനമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്പ്ലേക്ക് വെക്കാറില്ല. നേരെ ഐസിലായിരിക്കും കൊണ്ടുപോയി ഇങ്ങനെ സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 20 എണ്ണം 1 കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാരിച്ച മീനാണ് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വൈകിട്ട് വരെ ഇങ്ങനെ മീനും ചെമ്മീനൊക്കെ പലപ്പോഴായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പോലെ ആയിരുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നാടൻ മീനും ഞണ്ടും ചെമ്മീനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കണ്ടില്ലേ, വൈകിട്ടായപ്പോൾ ഏകദേശം ഒരു 5 മണി 5:30 സമയമായപ്പോൾ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാലാനും ഞണ്ടും കണമ്പൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് ക്ഷമിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എന്താണെന്ന് നമ്മളോട് പറയുക. അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്.